പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ തീപിടുത്തം. നഴ്സുമാരുടെ ചേഞ്ചിംഗ് റൂം, മരുന്ന് സൂക്ഷിക്കുന്ന സ്ഥലം എന്നിവിടങ്ങളിലാണ് ഈ തീപിടുത്തമുണ്ടായത്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വിഷ്ണു പ്രകാശ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിഷ്ണു, എപ്പോഴാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായത്? എന്താണ് ഈ തീപിടുത്തത്തിന്റെ കാരണം? ജലക്ഷ്മി, ഇന്ന് പുലർച്ചെ 3 മണിയോട് കൂടിയാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ തീപിടുത്തം ഉണ്ടാകുന്നത്. വനിതാ വാർഡിൽ സ്ഥിതി ചെയ്യുന്ന മെഡിക്കൽ ICUവിനോട് ചേർന്നുള്ള സ്റ്റോർ റൂമിലാണ് ഒരു തീപിടുത്തം ഉണ്ടായത്. ഈ തീപിടുത്തം ഉണ്ടായ ഉടനെ തന്നെ ഫയർഫോഴ്സിൽ അറിയിക്കുകയും ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കുകയുമായിരുന്നു. തീ ഇപ്പോൾ നിലവിൽ പൂർണ്ണമായും അണച്ചിട്ടുണ്ട്. എന്നാൽ ആ റൂമിലുണ്ടായിരുന്ന ആ റൂം ഏകദേശം പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ്. ഈ സമീപത്ത് ഉള്ള ഈ ആശുപത്രിയിൽ ചികിത്സയിൽ അടക്കമുണ്ടായിരുന്ന ആളുകളാണ് ഈ തീ പുക ഉയർന്നതും കണ്ട്, റൂമിൽ നിന്ന് പുക ഉയർന്നതും കണ്ട് ഫയർഫോഴ്സിനെ വിളിച്ച് അറിയിക്കുന്നത്. എന്നാൽ ഫയർഫോഴ്സ് എത്തിയതോടുകൂടി ഏകദേശം പൂർണ്ണമായി കത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പ്രധാനമായും ഇതിൽ മരുന്നുകളും അതുപോലെ തന്നെ കുറച്ച് ഫയലുകളും ഒക്കെയാണ് സൂക്ഷിക്കുന്നത് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഇതെല്ലാം കത്തി നശിച്ച നിലയിലാണുള്ളത്. ഭിത്തികളിലോട്ടും അതുപോലെ തന്നെ ഈ തീ ജനൽപ്പാളികൾ പൊളിച്ച് പുറത്തോട്ട് വരുന്ന നിലയിലായിരുന്നു ഈ തീ എന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പ്രതികരിച്ചത്. ഈ രാവിലെ പുലർച്ചെ അവിടെ കറണ്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കറണ്ട് പോയതിനെ തുടർന്ന് അത് എന്താണെന്നുള്ള അന്വേഷണങ്ങളെല്ലാം നടക്കുന്നതിനിടയിലാണ് ഈ റൂമിൽ നിന്ന് പുക ഉയരുന്നത് എന്നുമാണ് ഫയർഫോഴ്സ് അധികൃതർ പറഞ്ഞത്. ഏതായാലും തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ഇല്ല, ആർക്കും പരിക്കുകളില്ല എന്നാണ് അറിയിച്ചത്. ഇവർ ചുറ്റും വനിതാ വാർഡുണ്ട്, അതുപോലെ തന്നെ മെഡിക്കൽ ICUവും മറ്റുമുണ്ട്. എന്നാൽ ഇവരെ എല്ലാവരെയും അടിയന്തരമായി തന്നെ ഈ പുക ഉയരുന്നത് കണ്ട് അവിടെ നിന്ന് മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും ആർക്കും പരിക്കില്ല, അതും ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. കൂടുതൽ ഇനി ഏത് തരത്തിലാണ് ഈ തീ പിടിക്കാനുണ്ടായ സാഹചര്യം എന്ന് കൂടുതൽ വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമാകും അറിയുക. ഇതിനായി വൈദ്യുതിയുമായി ബന്ധപ്പെട്ട വൈദ്യുതി ബോർഡ്, ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരടക്കം വന്ന് അവിടെ ഒരു പരിശോധന. വിഷ്ണു, കൃത്യസമയത്ത് തന്നെ ഫയർഫോഴ്സ് സംഘം എത്താനും തീ അണയ്ക്കുവാനും സാധിച്ചു. അത് അപകടം കുറയ്ക്കാൻ, അതായത് ആർക്കും പരിക്കേൽക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്താതിരിക്കാനും ഒരു കാരണമായി മാറിയല്ലേ? തീർച്ചയായും 3 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ ആശുപത്രിയിൽ തന്നെ ഉള്ള ആളുകൾ ഈ പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ ഇവർ ഫയർഫോഴ്സിനെ വിളിച്ചു. എന്നാൽ പക്ഷേ ഉള്ളിൽ ഏകദേശം പൂർണ്ണമായും കത്തി അമരുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. ഫയർഫോഴ്സ് എത്തി അത് തീ അണയ്ക്കുമ്പോൾ തന്നെ റൂം ഏകദേശം പൂർണ്ണമായും കത്തി നശിച്ചു എന്നാണ് പറയുന്നത്. ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഫയർ എക്സ്റ്റിംഗ്വിഷറുകൾ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും അത് വിജയകരമായില്ല. ഉള്ളിൽ തീ കാര്യമായി തന്നെ തീ ബാധിച്ചിരുന്നു. അതിനാൽ തന്നെ അതിന്റെ അകത്ത് സൂക്ഷിച്ചിരുന്ന ഫയലുകളും ഈ മെഡിസിൻസും കാര്യങ്ങളൊക്കെയാണ് സൂക്ഷിച്ചത്. ശരി വിഷ്ണു, പാലക്കാട് ആശുപത്രിയിലാണ് തീപിടുത്തമുണ്ടായത്. ഈ ഒരു തീപിടുത്തത്തിൽ ആർക്കും പരിക്കില്ല എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. ഷോർട്ട് സർക്യൂട്ട് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. വിഷ്ണു പ്രകാശാണ് വിവരങ്ങൾ പങ്കുവച്ചത്.